ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാനൊരു ചെറിയൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ രാവിലേക്ക് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഇഡ്ഡലി വൈകിട്ട് കഴിക്കുമ്പോൾ അത് തന്നെ കഴിക്കണ്ടേ. അപ്പം അതിന് ആ ഇഡ്ഡലി എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു വ്യത്യസ്തമായിട്ട് ചെയ്തിട്ട് ടേസ്റ്റോട് കൂടി കഴിക്കാനുള്ള ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത് കാണുന്ന ചെറിയ ഓൾ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 12 ഇഡ്ഡലിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു 4 ഇഡ്ഡലി ആയാലും ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഇഡ്ഡലികളെല്ലാം ചെറുതായിട്ട് പീസാക്കി ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ നുള്ളി എടുക്കാം, അതല്ലാതെ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കൈകൊണ്ട് നുള്ളി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നുള്ളി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഞാൻ ഒരു സവോളയാണ് എടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സവോള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഇഡ്ഡലിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സവോളയുടെ അളവും കുറച്ച് കൂട്ടിയെടുക്കാമെന്ന് മാത്രം. ഇഡ്ഡലി 2 എണ്ണമാണ് എടുക്കുന്നുണ്ടെങ്കിൽ സവോളയും കുറച്ച് മതി കേട്ടോ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ചട്നിയൊക്കെ കൂട്ടി അല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയിട്ടൊക്കെ നമ്മൾ ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ വൈകിട്ടാകുമ്പോൾ 4 മണിക്ക് നമ്മൾ ചായക്ക് കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ലേ. അപ്പോൾ അത് ബാക്കി ഉണ്ടെങ്കിൽ ഇനി അതല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു വെറൈറ്റി ആക്കിയിട്ട് തയ്യാറാക്കിയിട്ടായാലും കഴിക്കാം. അപ്പോൾ അതൊരു നല്ല രുചിയാണ് അതിൽ കിട്ടുന്നത്. ഇതിലേക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയൊന്നും വേണ്ട. പിന്നെ 1-2 വേപ്പിലയും കൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ തയ്യാറാക്കാനുള്ള പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4-5 സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒരു 1/2 ടീസ്പൂണോളം മതിയാവും കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാലാണ് കടുകിൻ്റെ പച്ചമണം വിട്ടുമാറുകയുള്ളൂ. അപ്പോൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവ, അതായത് നമ്മുടെ സവോള നുറുക്കി വെച്ചിട്ടുള്ള സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് സവോള വാട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവോള നന്നായിട്ട് വഴറ്റി കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ സവോള നന്നായിട്ട് ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ഒരു 4 എണ്ണം കീറിയിട്ട് കൊടുക്കാം. ഇത്തിരി വലുപ്പത്തിലാണ് കീറിയിട്ട് കൊടുക്കുന്നത്. കഴിക്കുന്ന സമയത്ത് അത് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് പെട്ടെന്ന് കാണാതെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് വലുപ്പത്തിലാക്കിയിടുന്നത്. അപ്പോൾ നീക്കി വയ്ക്കാമല്ലോ. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളർ അതിൽ നിന്ന് ഷെയ്ഡ് കിട്ടും. ഇനി ഒരു ചെറിയ സ്പൂണ് കുത്തുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. വേപ്പില ഒന്ന് വാട്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്കുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നീക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി പീസുകൾ ചേർത്ത് കൊടുക്കാം. അത് മെല്ലെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനടി കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും
കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഇഡ്ഡലി പീസുകളെല്ലാം ഇട്ട് കൊടുക്കുക. ഒപ്പം ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാത്തൊരു സംഭവമാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. സ്പൂൺ ഉപയോഗിച്ച് ഓരോ പീസായിട്ട് അവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പം അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ആവുന്ന സമയത്ത് തീയൊന്ന് കുറച്ചിടാം. അതിനുശേഷം നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് ചൂടായി കിട്ടാനായിട്ട്, ഈ ഇഡ്ഡലി പീസുകളൊക്കെ ഒന്ന് ചൂടായി കിട്ടണം. അതുവരെ നമ്മൾക്ക് അവിടെ തന്നെ അടുപ്പത്ത് തന്നെ വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കൊണ്ടുള്ള പുതിയ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ആസ്വദിച്ച് കഴിച്ചോളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.